Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വരെയായിരുന്നു. ഇന്റർവ്യൂ പാനൽ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തി. ഓക്കെ, നമ്മള് ആപ്ലിക്കേഷൻസുകളൊക്കെ നമുക്ക് ലഭിക്കുന്ന സോഴ്സസുകൾ നമ്മൾ കണ്ടു. ഓക്കെ, ഓക്കെ, നമ്മള് കഴിഞ്ഞ ദിവസം പഠിച്ചത് നമ്മള് എങ്ങനെയൊക്കെ നമുക്ക് അപ്ലിക്കേഷൻസ് ലഭിക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ പല സോഴ്സുകളിലൂടെ നമുക്ക് അപ്ലിക്കേഷൻ ലഭിച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ലിക്കേഷൻസിനെ എല്ലാം നമ്മള് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് ചില പാരാമീറ്റേഴ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തും അല്ലെ. ആ പാരാമീറ്റേഴ്സുകൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇന്റർവ്യൂ നടത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റർവ്യൂ ഡേറ്റ് ഒക്കെയാണ് ഓക്കെ എന്താ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ആ ഒരു എന്താണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂവിന് വിളിക്കണം അല്ലെ. അപ്പൊ ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂ പാനലിനെ തീരുമാനിക്കണം. അതിന്റെ നമ്മൾ പറഞ്ഞു ഇന്റർവ്യൂ പാനൽ നമ്മൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പാനലിന് ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ മുൻകൂട്ടി ഡിസൈഡ് ചെയ്യണം അല്ലെ. അവരുടെ അവൈലബിലിറ്റി കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ വിവരം കാൻഡിഡേറ്റിനെ അറിയിക്കാനായിട്ട് പാടും. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്റർവ്യൂ പാനലിനെ പറ്റിയിട്ടാണ് അല്ലെ. നമ്മൾ ആദ്യം ഒരു ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്, ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ആദ്യം തീരുമാനിക്കുക. അതിനനുസരിച്ച് കൊണ്ടാണ് ആ പാനലിനെ ഏതൊക്കെ മെമ്പേഴ്സിന് ഉൾപ്പെടുത്തണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇത്രയും മാത്രം ഓക്കെയാണോ നിങ്ങൾക്ക്, മനസ്സിലായോ? ഇത് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെയാണോ? ശരി, ഇത് ബാക്കിയുള്ളത് നോക്കട്ടെ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യണേ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് കാറ്റഗറിയാണ്. നമുക്കറിയാലോ നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നമ്മൾ നടത്തുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. നോർമലി ദ സ്റ്റാഫ് റിക്വയർമെന്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 segments: top management, middle and junior management, and lower category staff. അതായത് നമ്മൾ പൊതുവെ സ്റ്റാഫ് റിക്വയർമെന്റ്സ് പൊതുവെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സ്റ്റാഫുകള് നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. 3 കാറ്റഗറി ആയിട്ട് ഇതൊക്കെയാണെന്നറിയോ. ഒന്ന് ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി, അതായത് ഏറ്റവും ടോപ്പ് ലെവലിലൊക്കെ നമുക്ക് സ്റ്റാഫുകളെ, അതായത് വൈസ് ചെയർമാൻ അതുപോലെ വൈസ് പ്രസിഡന്റ് അങ്ങനെയൊക്കെ ടോപ്പ് ലെവൽ എന്താ പറയുക സ്റ്റാഫുകളൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ അങ്ങനെയുള്ള ടോപ്പ് മാനേജ്മെന്റ്. പിന്നെ വരുന്നത് മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് വിഭാഗമാണ്. വരുന്നത് ലോവർ കാറ്റഗറി സ്റ്റാഫ്. അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മളുടെ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ക്യാൻ ബി അഡ്രസ്ഡ് ബൈ ദ HOD. അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. HOD ആരാണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ പർട്ടിക്കുലർ ഡെസിഗ്നേഷൻ. ദാറ്റ് ഈസ് എ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ or a housekeeping manager,
along with the HR manager and the administrator of the hospital. നമ്മൾ ഒരു നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത് വിചാരിക്കുക. നോർമൽ എന്ന് വെച്ചാൽ ലോവർ കാറ്റഗറി സ്റ്റാഫ് ഒക്കെ ആ ഒരു വിഭാഗത്തിലുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അധികം ലോവർ കാറ്റഗറി വിഭാഗത്തിൽ പെടുന്ന സ്റ്റാഫുകളാണ്. അപ്പൊ നമ്മളൊരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ഇന്റർവ്യൂ ചെയ്യാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഇന്റർവ്യൂ ബോർഡില് ആരൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? HOD ഉണ്ടായിരിക്കും, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെർട്ടിക്കുലർ ഡെസിഗ്നേഷൻ, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സൂപ്പർ, അതായത് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, ഹൗസ് കീപ്പിംഗ് മാനേജർ അതിൽ ആ ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരിക്കണം. പിന്നെ HR മാനേജർ ഉണ്ടാകും. HR മാനേജർ പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കറിയാലോ HR ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് HR മാനേജർ എപ്പോഴും എല്ലാ ഇന്റർവ്യൂ പാനലിലും അംഗമായിരിക്കും. പിന്നെ ആരാണ് വേണ്ടത്? അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഉണ്ടായിരുന്നത്. ഇവര് 3 പേരും അടങ്ങുന്ന ഒരു ഇന്റർവ്യൂ ബോർഡ്, ഇന്റർവ്യൂ പാനലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറിയിലേക്കുള്ള സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആണോ നടത്തുന്നത് അതിനനുസരിച്ച് കൊണ്ടുള്ള ഇന്റർവ്യൂ പാനലിനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, similarly, the interview panel of a junior management category staff can be addressed by the nursing superintendent, medical superintendent, concerned HOD, and of course HR and administration manager. ഇനി നമ്മൾ ജൂനിയർ മാനേജ്മെന്റ്, മിഡിൽ ഓർ ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിലെ സ്റ്റാഫുകളാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്? നഴ്സിംഗ് സൂപ്പറിന്റെ, അതുപോലെ മെഡിക്കൽ സൂപ്പറിന്റെ, പിന്നെ കൺസേൺഡ് HOD, ആ ഒരു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആ HOD ഉണ്ടായിരിക്കണം. പിന്നെ HR മാനേജർ എല്ലാത്തിലും ഒരു കോമൺ ഫാക്ടറാണ് നമ്മൾ പറഞ്ഞു. പിന്നെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കണം. However, interview panel of a top management official like appointing a medical superintendent or vice president architect that should definitely contain either the chairman or a director designated by the chairman along with the HOD, that means president, architect, and of course the general manager of HR and administrator. അതായത് ടോപ്പ് മാനേജ്മെന്റ് സ്റ്റാഫുകളൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം? ഈ പറയുന്ന പോലെ പറയുന്നത് മെഡിക്കൽ സൂപ്പറിന്റെന്റ് പോലെയൊക്കെയുള്ള ഏറ്റവും ടോപ്പ് മാനേജ്മെന്റ് സ്റ്റാഫുകളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ടത് ചെയർമാൻ ഉണ്ടായിരിക്കണം. ആ ഇന്റർവ്യൂ ബോർഡിലെ ചെയർമാൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഒന്നുകിൽ ചെയർമാൻ അല്ലെങ്കിൽ ചെയർമാൻ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ചെയർമാൻ ഉണ്ടായിരിക്കണം. അതുപോലെ HOD ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ പ്രസിഡന്റ് വെച്ചാൽ മാർക്കറ്റിംഗ് വിഭാഗം, മാർക്കറ്റിംഗ് ആൻഡ് ഓഫ് കോഴ്സ് ജനറൽ മാനേജർ ഓഫ് HR കേട്ടോ, ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. ഇവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ല. നമ്മൾ നെക്സ്റ്റ് പറയുന്നത് പോയിന്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഐഡിയ കിട്ടിയോ നമുക്ക്? അതായത് നമ്മൾ ഏത് കാറ്റഗറിയിലേക്കാണോ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. സ്റ്റാഫ് റിക്വയർമെന്റിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ടോപ്പ് മാനേജ്മെന്റ് സ്റ്റാഫുകളുണ്ട്, മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് സ്റ്റാഫുകളുണ്ട്, ലോവർ കാറ്റഗറി സ്റ്റാഫുകൾ. ഓക്കെ, അപ്പൊ ഓരോ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പാനൽ മെമ്പേഴ്സിന് വ്യത്യാസമുണ്ട്. അത് അതിന് വേണ്ടി ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം, സ്പെസിഫിക് ഓഫ് ഇന്റർവ്യൂ പാനൽ. ഇന്റർവ്യൂ പാനൽ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഇസ് ദ കോമ്പോസിഷൻ മെമ്പേഴ്സ് ഓഫ് ദ പാനൽ ആണ് ഹു കണ്ടക്ട് ദ ഇന്റർവ്യൂ. അതായത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ഈ പറയുന്ന മെമ്പേഴ്സിന്റെ ആ ഒരു കോമ്പോസിഷൻ ഓഫ് മെമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ നോക്കാം, ടാലന്റ് അക്വിസിഷൻ ഫോർ ഹൈ ഒഫീഷ്യൽസ് അണ്ടർ ദ സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി അല്ലെ, സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി വിഭാഗത്തിലേക്കുള്ള സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ടത്?
സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള സ്റ്റാഫുകളാണ് നോക്കി? വൈസ് പ്രസിഡന്റ് കേട്ടോ, ഏറ്റവും ടോപ്പ് ലെവലുള്ള സ്റ്റാഫുകളാണ് വൈസ് പ്രസിഡന്റ്, അല്ലെങ്കിൽ ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, അതുപോലെ തന്നെ സീനിയർ മാനേജേഴ്സ് കേട്ടോ. സീനിയർ മാനേജേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്ന സ്റ്റാഫുകളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണെങ്കിൽ വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സീനിയർ മാനേജേഴ്സ്. അങ്ങനെയുള്ളവരുടെ ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരിക്കേണ്ട ആളുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആരൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ട ഇന്റർവ്യൂ പാനലില്? ചെയർമാൻ കേട്ടോ, ഹോസ്പിറ്റലിലെ ചെയർമാൻ ആ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ കോർപ്പറേറ്റ് GM ഓഫ് GM അഡ്മിനിസ്ട്രേഷൻ കേട്ടോ, അതായത് ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ടെക്നിക്കൽ ഹെഡ് ഉണ്ടായിരിക്കണം. അതുപോലെ ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇത് ഈ ചെയർമാൻ തൊട്ട് പറയുന്നത് ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ട കേട്ടോ. ക്ലിയർ ആയോ? പഠിച്ചു വെക്കണോ കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിലുള്ള സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ്? ചിലപ്പോൾ അങ്ങനെയാണ് ചോദിക്കുക. ഏതെങ്കിലും ഒരു സീനിയർ മാനേജ്മെന്റ് സ്റ്റാഫുകൾ, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ ജനറൽ മാനേജറോ, അപ്പൊ നിങ്ങൾക്ക് അറിയണം വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സീനിയർ മാനേജർ വരെ എന്തിൽ പെടുന്നതാണ്? സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാഫുകളാണ്. അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ടത് ആരൊക്കെയാണ്? ചെയർമാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ജനറൽ മാനേജർ, അതായത് ആ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ, അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്, ടെക്നിക്കൽ ഹെഡ് ഉണ്ടായിരിക്കണം. പിന്നെ ഹ്യൂമൻ റിസോഴ്സിന്റെ ജനറൽ മാനേജർ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? അത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടാലന്റ് അക്വസിഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി. അതായത് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി വിഭാഗത്തിൽ വരുന്ന സ്റ്റാഫുകൾ ഇങ്ങനെയുള്ള സ്റ്റാഫുകളാണ് മാനേജർമാർ കേട്ടോ. മാനേജേഴ്സ്, അസിസ്റ്റന്റ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്. ഒരു കാര്യം ഓർക്കുക, സീനിയർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരുന്നു? വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സീനിയർ മാനേജർ വരെയാണ് കേട്ടോ. ഇനി ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ സാധാരണ മാനേജേഴ്സ് അവരുടെ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്. ഓക്കെ, അങ്ങനെയുള്ളവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ പാനൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത് നോക്കിക്കേ. ആരൊക്കെയാണ്? ഒന്ന് മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ഡെസിഗ്നേറ്റഡ് ബൈ ദ ചെയർമാൻ. ചെയർമാൻ വേണ്ട, പക്ഷെ ചെയർമാൻ നിയോഗിക്കുന്ന മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ് അതിനംഗമായിരിക്കണം. പിന്നെ ജനറൽ മാനേജർ അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജനറൽ മാനേജർ, കൺസേൺഡ് HOD, ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണോ ഇന്റർവ്യൂ നടത്തുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം. പിന്നെ ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് കേട്ടോ. എല്ലാത്തിലും കോമൺ ആയിട്ട് ആരുണ്ടായിരിക്കും? ഹ്യൂമൻ റിസോഴ്സിന്റെ മാനേജർ ഉണ്ടായിരിക്കും. HR മാനേജർ ആണ് റിക്രൂട്ട്മെന്റിൽ വരുന്നത്. എന്തായാലും അധികം എല്ലാത്തിലും കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ വിഭാഗം എന്താണ്? റിക്രൂട്ട്മെന്റ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ് ഓഫ് സ്റ്റാഫ് കാറ്റഗറി. അതായത് അക്കൗണ്ട് സ്റ്റാഫ്, ട്രാൻസ്പോർട്ട് സ്റ്റാഫ് കേട്ടോ. നമ്മൾ ലോവർ കാറ്റഗറി സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ആരൊക്കെയാണ്? സബ് സ്റ്റാഫ് കാറ്റഗറി, ലോക്കൽ സ്റ്റാഫുകൾ, അക്കൗണ്ട് സ്റ്റാഫ്, ട്രാൻസ്പോർട്ട് ജീവനക്കാരൊക്കെയാണ് അതിന്റെ പേര് വരുന്നത്. അവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്? കൺസേൺഡ് HOD ഉണ്ടായിരിക്കണം. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കണം. ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്തതെങ്കിൽ ആ ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം? അതായത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് HOD ഉണ്ടായിരിക്കണം, HR മാനേജർ ഉണ്ടായിരിക്കണം, പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയ നിങ്ങൾക്ക് അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ ഓരോ കാറ്റഗറിയില് ഏത് കാറ്റഗറിയിലേക്കാണോ ഇന്റർവ്യൂ നടത്തുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാറ്റഗറിയിൽ വരുന്ന പാനൽ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്ത് വേണം? അങ്ങനെ നമ്മൾ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിച്ചു. ഇനി എന്ത് വേണം? അവരോട്
ഞാൻ തമ്മിലേ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സില് ഇന്റർവ്യൂ ഡേറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കണം. അവരോട് നമ്മൾ കൺഫർമേഷൻ വാങ്ങണം അല്ലെ. അവരുടെ അവൈലബിലിറ്റി ഉറപ്പാക്കുന്നതിനായിട്ട് അവരിൽ നിന്ന് കൺഫർമേഷൻ വാങ്ങണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതാണ് പറയുന്നത്. ഇന്റർവ്യൂ പാനൽ ഷുഡ് ബി initially intimated orally before finalizing interview date, which is a convenient to the panel members. നമ്മൾ എപ്പോഴും ഒരു ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ ഓറലി അവരെ അറിയിക്കണം. അവരോട് വാക്കാൽ നമ്മൾ പറയണം, ഇന്ന ദിവസം ഇന്റർവ്യൂ നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, ഇന്ന ദിവസമാണ് ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കുന്നത്, അന്നേ ദിവസം അവരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ഓറലി ഇൻറ്റിമേറ്റ് ചെയ്യും. വാക്കാൽ നമ്മൾ അറിയിക്കണം. അത് അവരുടെ കൺവീനിയൻസിനനുസരിച്ച്. ഓക്കെ, it has to be reminded and be confirmed in writing just a couple of days before the commencement of the interview to make sure of their presence. നമ്മൾ വാക്കാൽ അവരോട് ഇന്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ എന്താണ്, ഇന്റർവ്യൂ നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മൾ രേഖാമൂലം എന്ത് ചെയ്യണം, അവരെ ഓർമ്മപ്പെടുത്തണം, അവരെ റിമൈൻഡ് ചെയ്യിക്കണം അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് അവരുടെ അവൈലബിലിറ്റി നമ്മൾ റീകൺഫേം ചെയ്യാണ് അല്ലെ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂ ഡേറ്റിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നായിട്ട് തന്നെ നമ്മൾ അവരോട് റിട്ടേൺ ഫോമിൽ തന്നെ അവരോട് നമ്മൾ റിമൈൻഡ് ചെയ്യിക്കണം. ഓക്കെ, നോർമലി ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ an inter-office memorandum duly signed by the issuer and the signature of the panel members. നമ്മൾ അടുത്തൊരു ഡോക്യുമെന്റ് പഠിക്കുകയാണ്. എന്താണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം. നമ്മൾ പറഞ്ഞല്ലോ, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ രേഖാമൂലം അറിയിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ രേഖാമൂലം അറിയിക്കുന്നതിന് ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ആണ് ഇത് നമ്മൾ പറയുന്നത് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം. ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം അഥവാ IOM എന്നാണ് നമ്മൾ ചുരുക്കി പറയാം. അതാണ് IOM, ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം. ഈ ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാനൽ മെമ്പേഴ്സിനെ ഇന്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിനെ ഈ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എങ്ങനെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്? issuer and the signature of the panel members. അതായത് issuer ആരാണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം ഇഷ്യൂ ചെയ്തത്? HR മാനേജർ ആയിരിക്കും. HR ഡിപ്പാർട്ട്മെന്റ് ആണ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് അല്ലെ. അവരാണ് പാനൽ മെമ്പേഴ്സിനെ അറിയിക്കുന്നത്. സോ IOM അതായത് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിരിക്കും. ഓക്കെ, അതായത് ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ സിഗ്നേച്ചറും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഒപ്പം നമ്മുടെ പാനൽ മെമ്പേഴ്സിന്റെ സിഗ്നേച്ചറും വേണം നമ്മൾക്ക് ഇന്റിമേറ്റ് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. പറഞ്ഞാല് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അതാണ് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ഫോർമാറ്റ്. റിട്ടേൺ ഡോക്യുമെന്റ് ആണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ഈ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തില് ഇഷ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ HR മാനേജറുടെ സൈൻ, അതുപോലെ പാനൽ മെമ്പേഴ്സിന്റെ സൈൻ വേണം നമ്മളാണ് കേട്ടോ. ഓക്കെ, it is a reconfirmation that high-level panel is informed of the seriousness of the interview and to plan their schedule accordingly. നമ്മൾ എന്തിനാണ് ഇങ്ങനൊരു ഫോർമാറ്റിലൂടെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് അറിയാമോ? അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇന്റർവ്യൂവിൽ സംബന്ധിക്കുന്ന കാര്യങ്ങള് ഉന്നത തലങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നോ അതിനനുസരിച്ച് അവരുടെ ഷെഡ്യൂൾ അവര് ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നോ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്നത്. നമ്മളൊരു വാക്കാൽ പറയുന്ന പോലെ രേഖാമൂലം ഒരു പ്രൂഫ് വേണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊരു ഇന്റർവ്യൂ പ്രോസസ് പറഞ്ഞാൽ അതൊരു സിമ്പിളായിട്ട് നടത്തുന്ന ഒരു കാര്യമല്ല. വളരെ നടത്തുന്ന ഒരു കാര്യമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സോ ആ ഒരു ഇന്റർവ്യൂവിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അവിടുത്തെ ഉന്നതതല അധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്നും അതിനനുസരിച്ച് അവരവരുടെ ഷെഡ്യൂളുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് റീകൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം ഉപയോഗിക്കുന്നത്.
ക്ലിയർ ആയല്ലോ? വേറൊന്നുമില്ല, നമ്മളവിടെ പറഞ്ഞത് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ പേജിൽ ആയിട്ട് നമ്മൾ അതിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം. ആദ്യം നമ്മൾ ഓൾറെഡി അവരോട് പറയുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ ആ ഇന്റർവ്യൂവിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഒരു റിട്ടേൺ ഫോമിന് നമ്മൾ അവരുടെ അവൈലബിലിറ്റി റീകൺഫേം ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് അത് റീകൺഫേം ചെയ്തത്? അത് നമ്മൾ എങ്ങനെയാണ് IOM ഓഫീസ് മെമ്മോറാണ്ടം എന്ന ഡോക്യുമെന്റ് ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു കൺഫർമേഷൻ ഉറപ്പുവരുത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന റിട്ടേൺ ഡോക്യുമെന്റ് ആണ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അതിനകത്ത് ആ ഒരു HR മാനേജറുടെ സിഗ്നേച്ചർ പാനൽ മെമ്പേഴ്സിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തിയിട്ട് അവരുടെ സിഗ്നേച്ചർ ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണോ? ഏകദേശം നമുക്ക് ഇത് പഠിച്ചിട്ട് അറിയാം എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നതും അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഇനി ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ ഒരു ഫോർമാറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ IOM നമ്പർ കേട്ടോ. ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും നോട്ട് ചെയ്ത് വെക്കണം. IOM നമ്പർ, IOM ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം നമ്പർ ഉണ്ടായിരിക്കും. IOM date ഉണ്ടായിരിക്കും. From which officer and to whom it is addressed. ആരാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത് മിക്കവാറും ആര് തന്നെയായിരിക്കും? HR മാനേജർ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തത്. സോ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ, അത് പ്രത്യേകം അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ it will contain the subject and reference കേട്ടോ. അതുപോലെ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിനകത്ത് സബ്ജക്ട് ഉണ്ടായിരിക്കണം, റെഫറൻസ് ഉണ്ടായിരിക്കണം. പിന്നെ unlike other official letters, IOM should not carry any type of formality other than official language. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം, ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തില് മറ്റുള്ള ഒഫീഷ്യൽ ലെറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒഴികെ മറ്റുള്ള ഫോർമാലിറ്റിയും നമ്മൾ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ മറ്റെല്ലാ ഒഫീഷ്യൽ ലെറ്റേഴ്സിൽ നമ്മൾ എന്താണ് എഴുതും, എഴുതും, ചില റെസ്പെക്ടഡ് സാർ, അങ്ങനെ കുറെ സല്യൂട്ടേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തില് ഒഫീഷ്യൽ ലാംഗ്വേജ് ഉപയോഗിക്കാം. അതോടൊക്കെ മറ്റൊരു ഫോർമാലിറ്റി നമ്മൾ അതിൽ ഫോളോ ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇപ്പൊ നോക്കാം. സല്യൂട്ടേഷൻ ലൈക്ക് ഡിയർ സാർ, ഡിയർ മാഡം, ദാറ്റ് കാൻ ബി അവോയ്ഡഡ്. അവിടെ അങ്ങനെ എഴുതണ്ട ഡിയർ സാറോ ഡിയർ മാഡമോ അല്ലെങ്കിൽ റെസ്പെക്ടഡ് സാർ, റെസ്പെക്ടഡ് മാഡം, അങ്ങനെയുള്ള സല്യൂട്ടേഷൻസ് ഒന്നും അവിടെ കൊടുക്കേണ്ട കാര്യം. ഓൺലി എന്ത് ചെയ്താൽ മതി, ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രം ഉപയോഗിച്ച് ജസ്റ്റ് നമ്മൾ കൺവേ ചെയ്യാൻ കേട്ടോ. അതുപോലെ ലാംഗ്വേജ് ഫോർമാലിറ്റീസ് ലൈക്ക് താങ്ക് യു, യുവേഴ്സ് ഫെയ്ത്ഫുള്ളി, ദാറ്റ് എക്സിറ്റ് കാൻഡിഡേറ്റ്ലി അബൌട്ടഡ് ഇൻ സച്ച് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഒക്കെ എഴുതുന്ന ലാസ്റ്റ് കഴിയുമ്പോൾ നമ്മുടെ യുവേഴ്സ് ഫെയ്ത്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് താങ്ക്ഫുള്ളി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും. അങ്ങനെയുള്ള യാതൊരുവിധ ഫോർമാലിറ്റി ഇവിടെ വേണ്ട ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിനകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം ഇതൊരു മോഡല് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കി, IOM നമ്പർ കേട്ടോ, നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ IOM ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 20th April 2022. ആരാണ്? HR മാനേജർ. HR മാനേജർ ആണ് അത് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. സോ ഫ്രം അവിടെ എഴുതിയിട്ടുണ്ട്. ഇന്റർവ്യൂ പാനൽ മെമ്പർ, ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആൻഡ് മെഡിക്കൽ സൂപ്രണ്ടന്റ്. ഒരു കാര്യം മനസ്സിലായല്ലോ, ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത്. അവരുടെ ഇന്റർവ്യൂ ആണ് നടത്തുന്നത് കേട്ടോ. കാര്യം നോക്കി, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആരൊക്കെയെന്നൊക്കെ, ചെയർമാൻ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, മെഡിക്കൽ സൂപ്രണ്ടന്റ് കേട്ടോ. ഏറ്റവും ടോപ്പ് ലെവൽ സ്റ്റാഫിനെയാണ് അവര് ഇന്റർവ്യൂ നടത്തുന്നത്. സബ്ജക്റ്റ് വേണം, റെഫറൻസ് വേണം. സബ്ജക്ട് ജസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. Interview of various forms. Okay, the constantly just വളരെ ഷോർട്ട് ആയിട്ടാണ് അതിൽ കൺവേ ചെയ്തിരിക്കുന്നത് സബ്ജക്ട്. റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അവർ ടെലിഫോണിക് ടോപ്പ് 18th April 2022. അതായത് 18ാം തീയതിയെ സംബന്ധിക്കുന്ന ഒരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ റെഫർ ചെയ്തുകൊണ്ട് അയക്കുന്ന ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം കേട്ടോ. Then കണ്ടന്റ് നോക്കാം. ഡിയർ ഓൾ, ഡിയർ ഓൾ എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ.
പേഴ്സ് ആണെന്നോ അങ്ങനെയൊന്നും അല്ല, എല്ലാവരെയും കളക്റ്റീവ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. Dear all, please refer to our teletalk of 18th April instance regarding the confirmation of proposed interview scheduled on 20th April 2022 for the Danish and confirmed by you this interview confirmation and reminder for plan with the schedule accordingly. Hope you shall be present at the schedule when you attend 10 AM regards the HR manager. വളരെ സിമ്പിൾ ആയിട്ടാണ് കണ്ടിട്ട് എഴുതിയിട്ടുള്ളത്. അതായത് 18-ാം തീയതി നമ്മൾ നടത്തിയിട്ടുള്ള ടെലിഫോൺ കമ്മ്യൂണിക്കേഷനെ റെഫർ ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്റർവ്യൂ 20th April 2022 നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ നിങ്ങളുടെ കൺഫർമേഷൻ പ്രകാരം ഒരു റിമൈൻഡർ ആണ്. നിങ്ങൾ അതിനനുസരിച്ച് നമ്മുടെ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണമെന്നും അതേ ദിവസം രാവിലെ 10 മണിക്ക് എന്താണ് നിങ്ങളുടെ അവിടെ ഉണ്ടാകണമെന്ന് റിമൈൻഡ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ അവിടെ വല്ല സല്യൂട്ടേഷൻ ഉപയോഗിച്ചിട്ടുണ്ടോ? സല്യൂട്ടേഷൻ ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നോക്കിയാണോ? ഇനി നിങ്ങൾ പറയൂ. അപ്പൊ നമ്മള് ഇത്രയും തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്, ശരിയല്ലേ? പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് അല്ലേ ഇതുവരെ നമ്മൾ പറഞ്ഞത്? അതായത് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഓർഗനൈസേഷനിൽ നടത്തുന്ന തയ്യാറെടുപ്പുകളാണ് നമ്മൾ ഇത്രയും അപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത്. പല സോഴ്സിന് അപ്ലിക്കേഷൻ കളക്ട് ചെയ്യലും അതിന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യലും അതുപോലെ ഇന്റർവ്യൂ പാനലിനെ തീരുമാനിക്കുന്നതും ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് റിമൈൻഡ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം തന്നെ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഒരു കാര്യം കൂടെ വരും, കോൾ ലെറ്റർ കൂടെ നന്നായിരിക്കും അല്ലെ? ഇത്രയും കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നിങ്ങൾക്ക് സ്റ്റെപ്പ് എന്താണ്? കോൾ ലെറ്റർ അയക്കാം അല്ലെ? കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂവിന് വിളിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോൾ ലെറ്റർ അല്ലെ? കോൾ ലെറ്റർ അയക്കാം ഇന്റർവ്യൂവിന് അവരെ നമ്മൾ വിളിക്കുക അല്ലെ? കണ്ടക്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണ്ട. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യണം? കാൻഡിഡേറ്റ്സിനെ അറിയിക്കണം അല്ലെ? ഇന്ന ഡേറ്റിൽ ഇന്റർവ്യൂ ഉണ്ട്, അവരോട് വരാൻ ആവശ്യമുണ്ട്. നമ്മൾ എന്തായിരിക്കും അവർക്ക്? കോൾ ലെറ്റർ അയക്കണം. അതാണ് നെക്സ്റ്റ് പറയുന്നത്. കോൾ ലെറ്റർ. Once the interview panel has been intimated of the proposed interview, the candidates or job aspirants has to be intimated regarding the commencement of the interview. അതായത് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിലൂടെ നമ്മൾ ഇന്റർവ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ജോബ് ആസ്പിരൻസ് നമ്മുടെ കാൻഡിഡേറ്റ്സ് നമ്മുടെ തൊഴിൽ അന്വേഷകർ അയച്ചു കൊടുക്കാം. ഇന്റർവ്യൂ പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് കോൾ ലെറ്റർ അയക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നോക്കുക എന്തൊക്കെയായിരിക്കണം ഒരു കോൾ ലെറ്ററിൽ ഉണ്ടായിരിക്കേണ്ടത്? അറിയിരിക്കണം കേട്ടോ. ഇന്റർവ്യൂസ് എന്തൊക്കെയാണുള്ളത് എന്നിട്ട് ഒരു കോൾ ലെറ്റർ നമ്മൾ അയക്കുമ്പോ ആ കോൾ ലെറ്ററിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇന്റർവ്യൂ കോൾ ലെറ്റർ should necessarily contain എന്തൊക്കെയാണ്? ഡേറ്റ് വേണം, ടൈം വേണം, അതുപോലെ തന്നെ വെന്യൂ ഓഫ് ദ ഇന്റർവ്യൂ അല്ലെ? ഇന്റർവ്യൂവിന്റെ ഡേറ്റ്, ടൈം, എവിടെയാണ് ഇന്റർവ്യൂ നടത്തുന്നത്, ആ സ്ഥലമൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് of course the usual format such as file number, date, subject and the reference should be mentioned. Okay, അത് നോർമലി എല്ലാത്തിലും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫയൽ നമ്പർ, ഡേറ്റ്, സബ്ജക്ട്, റെഫറൻസ് ഉണ്ട്. മറ്റെല്ലാത്തിനും നമ്മൾ ഉൾപ്പെടുത്തുന്ന പോലെ കോൾ ലെറ്ററിൽ നമ്മളത് പതിവായിട്ട് ഉൾപ്പെടുത്തണം. എക്സ്ട്രാ നമ്മൾ എഴുതേണ്ടത് ഇന്റർവ്യൂവിന്റെ ഡേറ്റ്, ഇന്റർവ്യൂ ടൈം, ഇന്റർവ്യൂ വേരിയന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയേ. The salutations to the candidate should be dear candidate. എന്താണ്? A relationship has not yet started with the മനസ്സിലായോ? നമ്മൾ കോൾ ലെറ്റർ അയക്കുന്നത് ഒരിക്കലും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ കോൾ ലെറ്റർ അയക്കരുത്. ഇപ്പൊ ഡിയർ എന്താണ്, അപ്പൊ ഡിയർ അല്ലെങ്കിൽ ഡിയർ ശ്രീലക്ഷ്മി അങ്ങനെയൊന്നും നമ്മൾ ഡിയർ ആകെ അങ്ങനെയൊന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ്? ഡിയർ കാൻഡിഡേറ്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ പേര് പരാമർശിക്കാത്തതിനുള്ള കാരണം എന്താണ്? ബിക്കോസ് എന്താണ്? റിലേഷൻഷിപ്പ് has not yet
സ്റ്റാർട്ടഡ് വിത്ത് കാൻഡിഡേറ്റ് അല്ലെ. നമ്മൾ കാൻഡിഡേറ്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിട്ടില്ല. അതായത് ഇന്റർവ്യൂന്ന് വരുമ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്, പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് വരെ നമുക്ക് അവരെ അറിയില്ല, ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവരുടെ പേര് ഉപയോഗിച്ച് അവരെ മെൻഷൻ ചെയ്യുന്നത് ഡിയർ കാൻഡിഡേറ്റ് എന്നാണ് നമ്മൾ അവരെ കരുതുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത നോക്കുക. Advance and until we know the candidate in detail. Salutation should be only dear candidate as mentioned. നമ്മൾ അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആയി നമ്മൾ അവരുമായിട്ട് ഫെമിലിയർ ആവുന്നത് വരെ നമ്മൾ ഡിയർ കാൻഡിഡേറ്റിൽ മാത്രമേ അവരെ അഭിസംബോധന ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം. അപ്പാർട്ട് ഫ്രം ദ എബോവ്, നമ്മൾ ഇതിൽ പറഞ്ഞതിന് പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്നറിയോ? The aspirants may also be asked to confirm their attendance to actually evaluate the percentage of attendance. അപ്പൊ നമ്മള് ഒരു കോൾ ലെറ്റർ അയക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിന് പുറമെ ചെയ്യുന്നറിയോ, ആ കോൾ ലെറ്റർ അയക്കുമ്പോ അവരുടെ അറ്റൻഡൻസ് ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ അറ്റൻഡൻസ് അവർക്ക് വരുമോ, അത് ഇന്റർവ്യൂവിന് എന്നുള്ള ആ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ടാണ് നമ്മളൊരു കോൾ ലെറ്റർ അവർക്ക് അയക്കുന്നത് കേട്ടോ. ആ രീതിയിൽ അയക്കുന്നത് നമ്മള് ഇന്റർവ്യൂ നടത്തുന്നത് നമുക്ക് അതിൻ്റെതായ ചില എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കോൾ ലെറ്റർ അയക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും പക്ഷേ ഇന്റർവ്യൂവിന് ബന്ധമില്ല അല്ലെ. അപ്പൊ നമ്മള് കോൾ ലെറ്റർ അയക്കുമ്പോ അവരോട് ചോദിക്കും, അതായത് അവരോട് നമ്മൾ കോൾ ലെറ്ററിലൂടെ ചോദിക്കും, അതായത് നിങ്ങളുടെ അറ്റൻഡൻസ് ഇല്ലയോ, ആ ഒരു കൺഫർമേഷൻ അവരോട് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ കോൾ ലെറ്റർ അയക്കുന്നത്. അതായത് ആ എണ്ണം അറിഞ്ഞാലാണ് അവർക്ക് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, it may also be asked to confirm their attendance. Attendance കൂടെ നമ്മൾ ചോദിക്കുന്നുണ്ട്. So actually evaluate percentage of attendance. ഏകദേശം അറ്റൻഡൻസിന്റെ കാൻഡിഡേറ്റ്സ് വരുമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട് ആ പെർസെന്റേജ് അറിയാൻ വേണ്ടിയിട്ട് അതുകൂടെ അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ അവർക്ക് ഒരു കോൺടാക്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, in such cases nothing has to be mentioned. ഇവിടെയാണ് കേട്ടോ. For companies reimbursement the expenses incurred by them for attending the interview. ചില കമ്പനികൾ കേട്ടോ, ചില കമ്പനികൾ നമ്മൾ ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് നമ്മൾ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ കമ്പനി വഹിക്കും. അതായത് ട്രാവൽ അലവൻസ് ഒക്കെ നമുക്ക് തരും. ചില കമ്പനികൾ അങ്ങനെ തരാറുണ്ട്. അപ്പോ ഇൻ സച്ച് കേസ് nothing has to be mentioned. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കോൾ ലെറ്ററിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആ കമ്പനി നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആ ഒരു ട്രാവൽ കോസ്റ്റ് കമ്പനി പെയർ ചെയ്യും. അങ്ങനെ കമ്പനി പെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അതിൽ പരാമർശിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻ സച്ച് കേസസ് നത്തിങ് ഹാസ് ടു ബി മെൻഷൻ. പ്രത്യേകിച്ച് കോൾ ലെറ്ററിൽ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി ആ ട്രാവൽ എക്സ്പെൻസ് എടുക്കുമെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അതേസമയം if the company is not to pay any expense for attending the interview, interview attend ചെയ്യാനായിട്ട് കമ്പനി പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും എടുക്കുന്നില്ല എന്ന് വെച്ചാൽ അത് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യും. എങ്ങനെ മെൻഷൻ ചെയ്യുന്നത് അറിയോ? ഇറ്റ് ഹാസ് ടു ബി മെൻഷൻ ക്ലിയർലി. നോ TA or DA will be paid for attending the interview. അങ്ങനെ നമ്മൾ കൃത്യമായിട്ടൊക്കെ മെൻഷൻ ചെയ്തിരിക്കും. TA എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവൽ കേട്ടോ. DA എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിയർനെസ് കേട്ടോ. അതായത് ചില ആളുകൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സ്റ്റേ ചെയ്യും. ഓക്കെ, ഒരുപാട് ദൂരത്തുള്ള ആൾക്കാരാണെങ്കിൽ അത് എന്ത് ചെയ്യും, ചിലപ്പോ അവിടെ ഒരു താമസിക്കും, ചിലപ്പോൾ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യാൻ അക്കോമഡേഷൻ വേണ്ടിയിട്ട് വരുന്ന അലവൻസാണ് കേട്ടോ. അതിനെയാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. മറ്റൊരു ഡി എന്ന് പറഞ്ഞാൽ ട്രാവൽ അലവൻസ്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം എടുക്കണം. കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കമ്പനി അവരുടെ ട്രാവൽ എക്സ്പെൻസ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം അതിൽ മെൻഷൻ ചെയ്യുക. എങ്ങനെ മെൻഷൻ ചെയ്യണം? നോ DA or DA will be paid for attending the interview. നമ്മൾ എന്തിനാണ് അങ്ങനെ മെൻഷൻ ചെയ്യുന്നത്? ഇതൊക്കെ മെൻഷൻ ചെയ്യൂല, അതിന് പർപ്പസ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? This mention is to safeguard the company against any claim for their expenses. ഇപ്പൊ എന്തെങ്കിലും കാരണവശാല് വരുന്ന കാൻഡിഡേറ്റ് ഈ എക്സ്പെൻസിനെ സംബന്ധിച്ച് എന്തെങ്കിലും കമ്പനിക്കെതിരെ ഉന്നയിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അതെ, ഡിയർനെസ് അലവൻസസ് ആണ് കേട്ടോ. ഡിയർനെസ് അലവൻസസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചിലർ എന്ത് ചെയ്യുന്നത്, തലേ ദിവസം വന്ന റൂം എടുത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾക്ക് അതായത് അക്കോമഡേഷൻ അവരുടെ സ്റ്റേക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസ, അതായത് ഡിയർനെസ് അലവൻസസ് കേട്ടോ. ഓക്കെ,
ഇത്രയുള്ള എന്റെ കാര്യം. അത് പ്രത്യേകം എഴുതാൻ കാരണമുണ്ട്. എന്തെങ്കിലും കാരണവശാൽ കാൻഡിഡേറ്റ് ഇപ്പൊ കമ്പനിക്ക് ഇതിനായിട്ട് എക്സ്പെൻസിന് വേണ്ടി ക്ലെയിം ചെയ്യാറുണ്ട്. അതിൽ നിന്ന് കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു മെൻഷൻ നമ്മളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. പറഞ്ഞത് കോൾ ലെറ്ററിനെ പറ്റിയിട്ടാണ് അല്ലെ. ഡെബ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കാൻഡിഡേറ്റ്സിനെ കോൾ ലെറ്റർ അയക്കാൻ അല്ലെ. ഓക്കെ, കോൾ ലെറ്ററിന് കാര്യങ്ങൾ ഉണ്ടാകുന്ന നമ്മൾ പറഞ്ഞത് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഉണ്ടായിരിക്കണം, ഇന്റർവ്യൂ ടൈം ഉണ്ടായിരിക്കണം, ഇന്റർവ്യൂ വേദി ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ അതിന് പുറമെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ കാൻഡിഡേറ്റിനെ അഡ്രസ് ചെയ്യുന്നത്. നമ്മൾ പേര് ഉപയോഗിച്ച് അഡ്രസ് ചെയ്യോ, ഒരിക്കലും ഇങ്ങനെ ഡിയർ കാൻഡിഡേറ്റ് അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം, കാര്യം നമ്മൾ ആ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടാകുന്നത് വരെ ഒരിക്കലും അവരുടെ പേര് ഉപയോഗിച്ച് അവരെ അഭിസംബോധന ചെയ്യരുത്. ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തത് ഡിയർ കാൻഡിഡേറ്റ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ചില കമ്പനികൾ ട്രാവൽ അല്ലെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ആക്ച്വലി പറയുന്നത് ഇന്റർവ്യൂ എക്സ്പെൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ പരാമർശിക്കേണ്ട കാര്യമില്ല. പക്ഷെ എടുക്കുന്നില്ല എങ്കിൽ അത് പ്രത്യേകം നമ്മൾ എഴുതും. പ്രത്യേകം നമ്മൾ എഴുതണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. എന്തെങ്കിലും കാരണവശാല് കമ്പനിക്കെതിരായിട്ട് എക്സ്പെൻസിനെ പറ്റിയിട്ട് ഈ പറയുന്ന കാൻഡിഡേറ്റ് ക്ലെയിം ഉന്നയിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമ്മുടെ കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മെൻഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ ഫോർമാറ്റ് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ ഫോർമാറ്റ് മനസ്സിലാക്കാനായിട്ട് വളരെ ഫോർമാറ്റിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോർമാറ്റ് ഓഫ് കോൾ ലെറ്റർ കേട്ടോ. ആദ്യം എല്ലാത്തിലും പോലെ തന്നെ ഫയൽ നമ്പർ ഉണ്ടായിരിക്കും. എല്ലാത്തിലും കോമൺ ആണ് കേട്ടോ. ഫയൽ നമ്പർ പിന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 18 April 2022 കേട്ടോ. മിസ്റ്റർ കൃഷ്ണകുമാർ കൊല്ലം subject നോക്കി കോൾ ലെറ്റർ ഫോർ ഇന്റർവ്യൂ ഓഫ് ദ പോസ്റ്റ് ഓഫ് PR ആണ്. പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ പോസ്റ്റിലേക്ക് ഒരു കോൾ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. റെഫറൻസ് കൊടുത്തിട്ടുണ്ട് യുവർ റെസ്യൂം ആൻഡ് സബ്സിക്വന്റ് ഷോർട്ട് ലിസ്റ്റ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ ഡേറ്റ് ആണ് അയക്കുന്നത് കേട്ടോ. ഡിയർ കാൻഡിഡേറ്റിനാണ് അയച്ചിരിക്കുന്നത്. അല്ലാതെ ഡിയർ കൃഷ്ണകുമാർ എന്നല്ല എഴുതിയിരിക്കുന്നത്, ഡിയർ കാൻഡിഡേറ്റ് അല്ലെ. For the post of public relation officer. In view of the above, you are requested to appear in person for a personal interview as conditioned below. നിങ്ങളെ നിങ്ങളുടെ റെസ്യൂമിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന പോസ്റ്റിലോട്ട് നിങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്. സോ നിങ്ങളെ താഴെ പറയുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. ഡേറ്റ് കണ്ടോ, ഇന്റർവ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 28 April 2022 ടൈം 10 AM. ഇങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ you are directed to release the original xerox copy or your original certificates and testimonials along with a recent passport size photograph by attaching picture. Interview call letter കൊടുത്തിട്ടുള്ള ആരെങ്കിലും അറിയാതെ അത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും ഫോട്ടോ കോപ്പി xerox ചോദിച്ചിട്ടുണ്ട്. ഫോട്ടോ കോപ്പി വേണം. പിന്നെ അവരുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. പിന്നെ നോക്കിയിട്ടുണ്ടാവും no DA or DA will be paid for attending the interview. Please confirm your attendance for the interview. രണ്ട് കാര്യങ്ങൾ അവർ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. കമ്പനി എന്ത് ചെയ്യുന്നില്ല, അവരുടെ എക്സ്പെൻസ് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് no DA or DA will be paid for attending the interview. അതുകൂടാതെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കോൾ ലെറ്റർ അയക്കുമ്പോൾ അവരുടെ അറ്റൻഡൻസ് കൂടെ ഉറപ്പ് വരുത്തിയിട്ടുള്ളത്. അവരുടെ അറ്റൻഡൻസ് കൂടെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ കോൾ ലെറ്റർ അയക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതാണ് അറ്റൻഡൻസ്. പ്ലീസ് കൺഫേം യുവർ അറ്റൻഡൻസ് ഫോർ റിട്ടേൺ മെയിൽ. അതായത് നിങ്ങൾ നിങ്ങളുടെ അറ്റൻഡൻസ് നിങ്ങളത് കൺഫേം ചെയ്യണം. അതായത് അത് വരുന്നുണ്ടോ ഇല്ലയോ എന്നവര് മെയിൽ ത്രൂ ആയിരിക്കണം, അതിനെ അറിയിക്കണം എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. താങ്ക് യു ഫോർ എയിംസ് ഹോസ്പിറ്റൽ സിഗ്നേച്ചർ മാനേജർ ഓഫ് ഒരു കോൾ ലെറ്ററിന്റെ ഫോർമാറ്റ് മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? വായിച്ചു നോക്കി.
ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കോൾ ലെറ്ററും അയച്ചു. ഇനി എന്ത് വേണം? കോൾ ലെറ്റർ അയക്കും. സ്വാഭാവികമായിട്ട് കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂ ഡേറ്റിൽ വരും. ഇന്റർവ്യൂ വരുന്ന സമയത്ത് നമ്മളൊക്കെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ചെയ്തു വെക്കണം അല്ലെ? അതായത് നമ്മളൊരു കാൻഡിഡേറ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില ഒരു അറേഞ്ച്മെന്റ്സ് നമ്മുടെ ഭാഗത്ത് നടത്തണം. അതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കാം. The call letter can be by any mail with the telephonic confirmation or on a letter head duly scanned and emailed. നമുക്ക് ഈ കോൾ ലെറ്റർ ഇങ്ങനെ അയക്കാം എന്നാണ് പറയുന്നത്. ഒന്നുകിൽ അവരോട് ടെലിഫോണിലൂടെ നേരിട്ട് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. കാരണം റെസ്യൂമിനകത്ത് മിക്കവാറും അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ അവര് വേണമെങ്കിൽ വിളിച്ച് പറയാം ഇന്ന ദിവസം ഇന്ന ഡേറ്റ് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇന്റർവ്യൂവിന് അവരെ വേണമെങ്കിൽ നേരിട്ട് അങ്ങനെ നമുക്ക് ടെലിഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോൾ ലെറ്റർ സ്കാൻ ചെയ്ത് സൈൻ ചെയ്ത ആ ഒരു കോൾ ലെറ്റർ സ്കാൻ ചെയ്ത് അവർക്ക് അയച്ചു. അങ്ങനെ നമുക്ക് അവരെ അറിയിക്കും കോൾ ലെറ്റർ അയക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടെലിഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നേരിട്ട് അവരെ വിളിച്ചു പറയാം. അതെല്ലാം ഉണ്ടെങ്കിൽ ആ കോൾ ലെറ്റർ സൈനോട് കൂടിയിട്ടുള്ള കോൾ ലെറ്റർ സ്കാൻ ചെയ്ത് മെയിൽ ചെയ്തു. ഓക്കെ. Now we have 10 days left for the interview. In the meantime, you can finally confirm the total number of candidates who prefer to attend the interview based on their confirmation. അതായത് നമ്മൾ കോൾ ലെറ്റർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ, അവരുടെ അറ്റൻഡൻസ് നമ്മൾ അവരോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. 10 ദിവസം ബാക്കി കണ്ടുപിടിച്ചാൽ ഒരു 10 days ഉണ്ട്. ആ ഒരു 10 daysനുള്ളിൽ തന്നെ നമ്മൾ കോൾ ലെറ്റർ അയച്ചിട്ടുള്ള കാൻഡിഡേറ്റിന്റെ ആ ഒരു അവൈലബിലിറ്റി അവർ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ഏകദേശം നമ്പർ കിട്ടും, ഒരു ഐഡിയ കിട്ടും. അവര് നമ്മളെ അറിയിക്കുന്നത് നമുക്ക് ഏകദേശം കാൻഡിഡേറ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് അതിലൂടെ കിട്ടും. പിന്നെ എന്ത് ചെയ്യാം നമുക്ക്? ഇറ്റ് ഈസ് നൗ ദ ഡ്യൂട്ടി ഓഫ് ദ HR ഡിപ്പാർട്ട്മെന്റ് ടു അറേഞ്ച് ദ ഇന്റർവ്യൂ. പിന്നെ അടുത്തതിന് HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ് ഇന്റർവ്യൂ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ഇന്റർവ്യൂ പാനൽ should be kept and arranged in a professional way. Give you first impression of the precious interview panel. അതെ, നമ്മൾ ഇന്റർവ്യൂവിൽ വരുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് പറയുന്നത്. ഓക്കെ. ഇന്റർവ്യൂ വരുന്ന സമയത്ത് ആ ഒരു ഇംപ്രഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ ഇന്റർവ്യൂ പാനൽ കൊണ്ട് വളരെ പ്രൊഫഷണൽ രീതിയിലായിരിക്കണം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. വരുന്ന കാൻഡിഡേറ്റ്സിന് അതൊരു ഇന്റർവ്യൂ മോഡാണെന്നും അതിന്റെ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് വളരെ പ്രൊഫഷണൽ വേയിലാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കാം. The boardroom or the chairman's cabin based on the category of the interview can be arranged well in advance systematically. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്റർവ്യൂ പോകുമ്പോൾ ചെയർമാന്റെ ക്യാബിൻ ഒക്കെ ഏത് കാറ്റഗറിയിലേക്കാണോ ഇന്റർവ്യൂ നടത്തുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഇന്റർവ്യൂ ബോർഡ് ആ ക്യാബിനൊക്കെ നമ്മൾ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ. It is ornamental to display our expert that the name of the panel members of the dice of the interview to be displayed on their table, preferably with a white cloth and a leather vehicle to have a pleasing appearance. Just എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നൊക്കെയാണ് അവിടെ പറയുന്നത്. നമുക്ക് ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ ആ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ പേരുണ്ടല്ലോ, അവരുടെ ആ ഒരു പേര്, അവരുടെ പാനൽ മെമ്പേഴ്സിന്റെ പേര് വേണമെങ്കിൽ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ഓരോരുത്തർ ഇരിക്കുന്നതിന്റെ അവിടെ ഒരു ചെറിയൊരു ഡൈസ് അറിയാലോ, ഒരു കോഡ് പോലെ അവരുടെ പേര് വേണമെങ്കിൽ അവിടെ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പരമാവധി എന്താണ് വൈറ്റ് ക്ലോത്ത് ടേബിളൊക്കെ ആണെങ്കിൽ ഒരു വൈറ്റ് ക്ലോത്തോടെ കവർ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു കളർ വേസ് ഒക്കെ വേണമെങ്കിൽ അവിടെ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്ലീസിംഗ് അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ നെസസറി വാട്ടർ പ്രിന്റിംഗ് അറേഞ്ച്മെന്റ്സ് and refreshments can also be arranged to make it more professional. അതോടൊപ്പം തന്നെ ഇപ്പോ ഡ്രിങ്കിങ് വാട്ടർ, ചെറിയ മിനറൽ വാട്ടറിന്റെ ബോട്ടിൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മിനറൽ വാട്ടേഴ്സ്, സ്ലീപ്പിംഗ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും മറ്റുള്ള റിഫ്രഷ്മെന്റുകളെല്ലാം തന്നെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കണം. കാര്യം അങ്ങനെ അറേഞ്ച് ചെയ്ത് നമുക്ക് കുറെ കൂടി ഒരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ. The front office for the reception area and its related staff members
should be intimated regarding the commencement of the interview. അതിന് പുറമെ നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഉണ്ടല്ലോ, അതായത് ആ സ്ഥാപനത്തിന്റെ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയയിലെ സ്റ്റാഫ് മെമ്പേഴ്സ് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് അവരോട് ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കാൻഡിഡേറ്റ്സ് വരുമ്പോൾ ആദ്യം വരുന്നത് അവർ ആദ്യം തന്നെ മീറ്റ് ചെയ്യുന്നത് റിസപ്ഷനിലായിരിക്കും. റിസപ്ഷൻ ഏരിയ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകളായിരിക്കും അത് അവർ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരോട് വിവരം നമ്മൾ പറഞ്ഞിരിക്കണം. ഇന്ന ഫ്ലോറില് ഇന്ന സ്ഥലത്ത് ഇന്റർവ്യൂ അവര് കാൻഡിഡേറ്റ് ആദ്യം ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് റിസപ്ഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളുണ്ട്. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ. അതുകൊണ്ട് അവരോട് അത് ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നത് എന്താ വെച്ചാൽ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം consisting of all individual in such a form applied for name, age, address, qualification, experience, and after salary job, expected salary, joining time prepared with a scale for application and photograph to be kept ready while induction of a new member. ചില ഇന്റർവ്യൂവിലൊക്കെ നമ്മൾ പോകുന്ന സമയത്തെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഫോം തരും. ഇത് എല്ലാവർക്കും ഒരേപോലത്തെ ഒരു അപ്ലിക്കേഷൻ ഫോം അവിടെ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം ആണ് പറയുന്നത്. യൂണിവേഴ്സൽ പറയുകയാണെങ്കിൽ വേറൊന്നുമല്ല, വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലത്തെയാണ് കൊടുക്കുക. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം അവിടെ വരുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യും. അതിൽ ഫിൽ ചെയ്ത് തരേണ്ട ഫോമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫോമിനകത്ത് പല കാര്യങ്ങൾ ഉണ്ടാവും. നെയിം ഉണ്ടാവും, ഏജ് ഉണ്ടായിരിക്കും, അഡ്രസ് ഉണ്ടായിരിക്കും, ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അവരുടെ ലാസ്റ്റ് അവര് വാങ്ങിച്ചിരുന്ന സാലറി, ലാസ്റ്റ് ഡ്രോപ്പ് സാലറി എത്രയാണ്, പിന്നെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ്, പിന്നെ ജോയിനിങ് ടൈം, പിന്നെ ചിലതിൽ അവരുടെ ഫോട്ടോ കൂടെ ഫിക്സ് ചെയ്യാനുള്ള ഒരു പ്ലേസും കൂടെ ഉണ്ടായിരിക്കും. ആ രീതിയിലുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഈ പറയുന്നത് എല്ലാ ഇന്റർവ്യൂവിനും പോകുമ്പോൾ നമുക്ക് ഉണ്ടാവണമെന്നില്ല കേട്ടോ. ചില ഇന്റർവ്യൂ ബോർഡിലൊക്കെ നമ്മൾ ചില സ്ഥാപനങ്ങളിലൊക്കെ ഇന്റർവ്യൂ പോകുമ്പോൾ അങ്ങനെ തരാറില്ല. ഒരു ആപ്ലിക്കേഷൻ ഫോം അവർ തരും, നമ്മൾ അപ്പൊ തന്നെ ഫിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നേരെ പോകുന്നത് ഇന്റർവ്യൂ പാനൽ ബോർഡിലെ മെമ്പേഴ്സിന്റെ അടുത്തേക്കാണ്, നമ്മൾ ഫിൽ ചെയ്ത് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. That to be kept ready by intention of a new member. Okay. A universal application form is a universal format to be maintained of identification is the essential information that will be deemed necessary for shortlisting a candidate. അതെന്തിനാണെന്നറിയോ? ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം അവരിൽ വാങ്ങുന്നതിന്റെ പർപ്പസ് എന്താണെന്നറിയോ? ഒന്ന്, നമുക്ക് ഈസി ആയിട്ട് പാനൽ മെമ്പേഴ്സിനെ അവർ ഐഡന്റിഫൈ ചെയ്യുക, അല്ല അവരുടെ വിവരങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറെ കൂടെ ഈസി ആയിട്ടുള്ള രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് വാങ്ങുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് എ ഫിൽഡ് അപ്പ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം along with the detailed biodata and an assessment form for assessing the job aspirant during their personal interview. നമ്മുടെ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ അടുത്തേക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് ഒന്ന് ഈ കാൻഡിഡേറ്റ് ഫിൽ ചെയ്തിട്ടുള്ള ഈ ഒരു എന്താ പറയാ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും. അതിനൊപ്പം തന്നെ അവരുടെ ബയോഡാറ്റ ഉണ്ടായിരിക്കും. പിന്നെ അഡീഷണൽ നമുക്കൊരു അസസ്മെന്റ് ഫോം കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കാൻഡിഡേറ്റിന് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരെ അസസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താറുണ്ട്. അസസ്മെന്റ് ഫോം കൂടെ അവർ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട്. കാൻഡിഡേറ്റ് ഫിൽ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം, അവരുടെ ബയോഡാറ്റ പ്ലസ് അതിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ എന്താണ് റെക്കോർഡ് ചെയ്യുന്ന അസസ്മെന്റ് ഫോം ഉൾപ്പെടെയാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ കൊടുക്കുന്നത്. ഇനി one step for each panel member is the process of their evaluation. ഓരോ പാനൽ മെമ്പേഴ്സിനും ഓരോ സെറ്റ് ആണ് കൊടുക്കുന്നത്. പാനൽ മെമ്പേഴ്സിനും സെറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, അതായത് ഓരോ ഡോക്യുമെന്റ്സും സെറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഒരു കാൻഡിഡേറ്റിന്റെ വിവരങ്ങൾ അവിടെ കിട്ടും, അവരുടെ ബയോഡാറ്റ അപ്ലിക്കേഷൻ ഫോം കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാ വിവരങ്ങളും ഒരുമിച്ച് കിട്ടുമ്പോൾ ആ സെറ്റ് ആയിട്ട് കിട്ടുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് അസസ് ചെയ്യാനാണെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, parameters on how to assess an aspirant. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു കാൻഡിഡേറ്റിനെ അസസ് ചെയ്യുന്നത് കേട്ടോ.
കാര്യങ്ങൾ നമുക്കറിയാം. ഇതൊക്കെയാണ് നോക്കിയേ. രാഷ്ട്രീയം രണ്ട് ഇന്റർവ്യൂണ്ട് എനി ബേസ് പല രീതിയിൽ ഒരു കാൻഡിഡേറ്റ് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. Please bear in mind that the candidate has already been shortlisted based on the basic criteria. This criteria നമുക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളൊരു കാൻഡിഡേറ്റിനെ അസസ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ നോക്കണം, എക്സ്പീരിയൻസ് നോക്കണം, പിന്നെ അവരുടെ പ്ലേസ്മെന്റ്, അവരുടെ സാലറി ക്രൈറ്റീരിയ, ജോയിനിങ് ടൈം എക്സെട്ര. ഇതൊക്കെ ഒരു പാരാമീറ്റേഴ്സ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ അസസ് ചെയ്യുന്നത്. That means the candidate has to be assessed in some other aspects apart from the ഏതാനും ചില പാരാമീറ്റേഴ്സ് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. അതായത് അവരുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അവരുടെ പ്ലേസ്മെന്റ്, അവരുടെ സാലറി ക്രൈറ്റീരിയ, ജോയിനിങ് ടൈം, അവരുടെ ഏതാനും ചില പാരാമീറ്റേഴ്സുകൾ മാത്രമാണ്. ഇതിന് പുറമെ നമുക്ക് മറ്റു പല പാരാമീറ്റേഴ്സുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ എന്ത് ചെയ്യാം, അസസ് ചെയ്യാം. The following aspects have to be considered. Assessment will be based mainly on certain parameters. ഇവിടെ പറഞ്ഞതിന് പുറമേ ഉള്ള മറ്റു പല പാരാമീറ്റേഴ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ കാൻഡിഡേറ്റിനെ അസസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തിന്റെയൊക്കെ ബേസിലാണ്, എന്തൊക്കെ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ സമയത്ത് ഒരു കാൻഡിഡേറ്റിനെ വിലയിരുത്തുന്നത്? എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഇത് പഠിച്ചു വെക്കണം കേട്ടോ. എന്തൊക്കെയാണ്? പേഴ്സണാലിറ്റി. അല്ലെ, നമ്മളൊരു ഇന്റർവ്യൂ നടത്താന്ന് പറയുമ്പോൾ അവിടെ ഒരാളുടെ പേഴ്സണാലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെ. പിന്നെ അവരുടെ അപ്പിയറൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ വളരെ വെൽ അപ്പിയർഡ് ആയിട്ട് പോകണം എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി അവര് നടത്തുന്നത്. ആദ്യം നമ്മളോട് ചോദ്യത്തിന് ഉത്തരം പറയുന്നത് മാത്രമല്ല അവിടെ ചെക്ക് ചെയ്യുന്നത് അല്ലെ. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ ചെക്ക് ചെയ്യുന്നത് പേഴ്സണാലിറ്റി, അപ്പിയറൻസ്, അവരുടെ ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, അവരെന്ത് സംസാരിക്കുമ്പോഴേക്കും അവരുടെ നേരിട്ട് അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് അല്ലെ. ഒരു കോൺഫിഡൻസ് ആണ്. പറയുന്നത് തെറ്റാണെങ്കിൽ കൂടിയും അവരുടെ ഐ ടു ഐ കോണ്ടാക്ട് വെച്ചിട്ട് വേണം എപ്പോഴും അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെ. ഏത് സംഭവിക്കാം, അതെനിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. നമ്മുടെ പല കാര്യങ്ങളും അവരതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട് അല്ലെ. ഐ കോണ്ടാക്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇന്റഗ്രിറ്റി, ആറ്റിറ്റ്യൂഡ്, റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ്, ക്യാരക്ടർ, behavior, confidence, approach, technical knowledge and practical knowledge. കേട്ടോ, ഇങ്ങനെയുള്ള എന്താണ് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഇത് വേണമെങ്കിൽ ക്വസ്റ്റ്യനുകളോട് ചോദിക്കാം. എന്തൊക്കെ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ അസസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുകയാണ്. ഇതിന് പുറമെ നമ്മൾ പറഞ്ഞല്ലോ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അതൊക്കെ ഇതിനൊക്കെ പുറമെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? പേഴ്സണാലിറ്റി, അപ്പിയറൻസ്, ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, കമ്മ്യൂണിക്കേഷൻ, ഇന്റഗ്രിറ്റി, ആറ്റിറ്റ്യൂഡ്, റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ്, ക്യാരക്ടർ, ബിഹേവിയർ, കോൺഫിഡൻസ്, അപ്രോച്ച്, ടെക്നിക്കൽ നോളജ് ആൻഡ് പ്രാക്ടിക്കൽ നോളജ്. HR manager can achieve sympathy and add more parameters for assessment based on the category of the request. This enables the HRM or the interview panel to understand the real talent. നമ്മൾ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ്, എന്തൊക്കെ പാരാമീറ്റേഴ്സുകൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെ പാരാമീറ്റേഴ്സിന് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം എന്നതൊക്കെ മാനേജ്മെന്റിന്, HR മാനേജറിന് തീരുമാനിക്കാം. അതിനുള്ള ലിബർട്ടി, ആ ഒരു സ്വാതന്ത്ര്യം HR മാനേജറിനുണ്ട്. ഏത് കാറ്റഗറിയിലേക്കാണോ അവർ ഇന്റർവ്യൂ നടത്തുന്നത്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ HR മാനേജറിന് തീരുമാനിക്കാം എന്തൊക്കെ പാരാമീറ്റേഴ്സുകൾ ബേസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ വേണ്ട തീരുമാനിക്കാനുള്ള ആ ഒരു റൈറ്റ് ആക്കുന്നുണ്ട് HR മാനേജറുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? This enables HR on the interview panel to assess and confirm the real talent. ഒരു ഏറ്റവും one of the best കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനായിട്ട് വളരെയധികം സഹായിക്കും. നമ്മളിപ്പോ ഒന്നോ രണ്ടോ പാരാമീറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടണമെന്ന് ഉറപ്പില്ല. നമ്മൾ ഒരുപാട് പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്തിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് റിയൽ ടാലന്റുകൾ, നമുക്ക് ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനായിട്ട് ഓക്കെയാണോ? ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായോ? ഇന്റർവ്യൂ നടത്തുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ഇത് അൺമ്യൂട്ട് ചെയ്യാണ്. ക്ലാസ്സിൽ വീട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ചാപ്റ്റർ അധികം ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല കേട്ടോ, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി കേട്ടോ. Okay. ഇതിന്റെ പി ജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടു എന്നാണല്ലേ? ഓക്കെ. എന്തായാലും ഡിപ്ലോമ പോലെ ആവില്ലല്ലോ, പി ജി ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അത് എക്സ്പെക്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. പക്ഷെ കുഴപ്പമൊന്നും പഠിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം കേട്ടോ. നിങ്ങൾ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മോക്ക് ടെസ്റ്റ് എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ ഏറ്റവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മോക്ക് ടെസ്റ്റ് കേട്ടോ. ഓരോ വിദ്യാർത്ഥിമാരും എടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അവർ തരുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം പറ്റും ക്ലിയർ ചെയ്യാൻ. അപ്പൊ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, Miss. Thank you, ma'am.